സ്റ്റൈഫൻഡ് എന്നുള്ള നിലയിൽ ഫീ കൺസെഷൻ അപ്പം നമ്മൾ കൊടുത്ത പണം ഇങ്ങോട്ട് തിരിച്ചു തരുമായിരുന്നു. മേടിക്കാൻ പാടില്ലാത്ത മേടിച്ചു തിരുത്തുന്നു. അപ്പോൾ ഹൈസ്കൂളിൽ വരുമ്പോൾ എന്തായാലും കൊടുക്കണ്ടല്ലോ. അതും നമ്മുടെ ഹൈസ്കൂള് ആ ധൈര്യത്തിലാണ് വരുന്നത്. ഈ അനുഭവം ഉണ്ടായി. അവസാനം നിവൃത്തില്ലാതെ 5 രൂപ കൊടുത്ത് ചേർന്നു. ആ ഫീസ് 2, 3, 4, 5 മാസമായി. പിന്നെയും കൊടുക്കാൻ മാർഗമില്ല. വിഷമിച്ച് ഇദ്ദേഹം അങ്ങനെ വലിയ വാശിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പോയി ഡി ഓഫീസിൽ പോയി ഫീസ് ആനുകൂല്യമുള്ള ആളാണ് കൽപ്പന മേടിച്ചോണ്ട് പോവാ, എന്നാലേ ക്ലാസ് ഇരുത്തുള്ളൂന്നായി. പിന്നെ ഞാനും ചേട്ടനും കൂടെ ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ഞാനും ചേട്ടനും കൂടെ അന്ന് വലിയ വെള്ളപ്പൊക്കമായിരുന്നു. ആ ദിവസം മൂവാറ്റുപുഴ ഡി ഓഫീസിൽ പോയി. മൂവാറ്റുപുഴയാണ് ഡി ഓഫീസ്. അവിടെ പോയി ഡി ഒരു ബ്രാഹ്മണാണ്, ഒരു പട്ടണ. ഇത് അർഹതപ്പെട്ട കാര്യം എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആവശ്യമില്ലായിരുന്നല്ലോ, സ്കൂളുകാർക്ക് തന്നെ തരാമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ സ്കൂൾ അധികാരത്തിൽ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ അവിടെ നിന്നൊരു മറുപടി എഴുതുന്നു, ഫീസ് വാങ്ങാൻ പാടില്ല, ഫീ കൺസെഷനുള്ള വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കൊല്ലം 5th ഈ വിദ്വാൻ നിർബന്ധിച്ച് ഫീസ് വേണമെന്ന്. അവസാനം കുറച്ച് വഴക്കൊക്കെ പറഞ്ഞങ്ങനെ പിന്നെ കൊടുത്തു. 6th വീണ്ടും വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇത്ര തണ്ടും തടിയൊക്കെ വെച്ച് സ്വന്തമായിട്ട് പറയാനും പ്രവർത്തിക്കാനൊക്കെ ശേഷിക്കണം. തരാൻ സൗകര്യമില്ല. ഇങ്ങനെ ഞാൻ പറയാം, തരാൻ സൗകര്യമില്ല. നിങ്ങളെന്താണെന്നാണ് പരീക്ഷ ചെയ്യാൻ ഇരുത്തൂല എന്ന് പറഞ്ഞു. താൻ എന്ത് ഉന്തോന്ന് താനെന്നാണ് പറഞ്ഞത്. അതിനുമ്പോൾ സാറേ എന്ന് വിളിച്ചിട്ടുണ്ടാ. താൻ എന്ത് ഉന്തമാണെന്നെങ്കിൽ ചെയ്തോ, ഞാൻ തരാൻ തയ്യാറല്ല, ഇറക്കി വിടും. ഇറക്കി വിട്ടാൽ ഇതാരുടെയും നിങ്ങളുടെ ആരുടെയും അപ്പൻ്റെ വകയല്ലേ സ്കൂള്, ഞാൻ ഇറങ്ങാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കടയിൽ കൂടെ പറഞ്ഞേക്കാം, ഫീസ് വാങ്ങാൻ പാടില്ലാത്ത കുട്ടിയാണ് ഞാൻ. എന്നോട് ഫീസ് വാങ്ങാൻ പാടില്ല, നിങ്ങൾ 2 കൊല്ലം വാങ്ങി, അത് ഇതേവരെ തിരിച്ച് തന്നിട്ടുമില്ല. അതിൻ്റെ പേരിൽ നിങ്ങളുടെ പേര് നടപടിയെടുക്കാൻ ഞാൻ ഗവൺമെൻറ്റിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹം വീട് പോയി. ഞാൻ ആ വർഷം ഫീസ് കൊടുത്തില്ല, പരീക്ഷ എഴുതുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ അനുഭവം അത്ര നല്ലതല്ലായിരുന്നു. അത് SSLC ആണോ ESSLC ആണോ? സ്കൂളിൽ SSLC 10ാം ക്ലാസ്. അവിടെ നിന്ന് ഞാൻ പാസ്സായി. പക്ഷെ അവിടുത്തെ അധ്യാപകർ പലരും, ഹിന്ദി സാറ് സുകുമാരൻ നായർ, മലയാളം സാറ് വർക്കി, അവരൊക്കെ CSCക്കാരല്ല, CMSകാരല്ല, പുറത്തുള്ളവരാണ്. പിന്നെ അധ്യാപകരെല്ലാം നമ്മുടെ തിരുവല്ല, മല്ലപ്പള്ളി, നെടുങ്ങാടപ്പള്ളി അവിടെ നിന്നുള്ളവരാണ്. ചിലർ നമ്മളവിടെ ഇരുന്ന അച്ഛന്മാർ. ഇപ്പോൾ എരുവാപ്പുറയുന്ന EP ഭക്തി അച്ഛൻ്റെ മകള് സോബി ടീച്ചറായിരുന്നു ഒരാൾ. ഇങ്ങനെ അവരൊക്കെ വളരെ നല്ല ആൾക്കാരായിരുന്നു. നല്ല സ്കൂളിൻ്റെ അഡ്മിഷൻ, നല്ല ഡിസിപ്ലിനായിരുന്നു, പഠിക്കാനൊക്കെ സുഖമായിരുന്നു. അങ്ങനെ പഠിച്ചു. പക്ഷേ ഒരു ബുദ്ധിമുട്ടല്ല. ആ സ്കൂളിൽ പഠിച്ചിരുന്ന 5th കയറിയപ്പം ഒരു പെൺകുട്ടിയായിട്ട് ഉടക്കുകയാണ്. ആ ഉടക്കിയ പെൺകുട്ടിയാണ് പിന്നീട് എൻ്റെ ഭാര്യയായത്. അങ്ങനെ അതാണ് ഇരുവാപ്പുറം സ്കൂളിനോടുള്ള എൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ്. അടുത്തത് സാറിനോട് ചോദിക്കാനുള്ളത്, സാറിൻ്റെ കോളേജ് വിദ്യാഭ്യാസം ഇത് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരുന്നു? അതിൻ്റെ വഴികളൊക്കെ തെളിഞ്ഞത് ഏത് കോളേജിലായിരുന്നു? കോളേജിൽ ഞാൻ അടുത്ത കോളേജ് ഉണ്ടായിരുന്ന പാലായിലാണ്, അവിടെ പോയി ചേർന്നു. പക്ഷെ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ വന്നപ്പം എടുത്ത് ഉഴപ്പിൽ നിർത്തി വയ്ക്കേണ്ടി വരും. അത് ഏത് ഗ്രൂപ്പായിരുന്നു സാർ എടുത്തിരുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. മാത്തമാറ്റിക്സിൽ നല്ല ഭയങ്കര മാർക്കായിരുന്നു. മാത്തമാറ്റിക്സ് ഫസ്റ്റ് ഗ്രൂപ്പ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇത് മൂന്നും ചേർന്നാൽ ഫസ്റ്റ് ഗ്രൂപ്പ് അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസമാണ്. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് അഡ്മിഷൻ കിട്ടാൻ വലിയ പാടുള്ള സമയമാണ്. അതിന് നമ്മൾ ചോദിക്കാതെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടി. അത് ഗ്രൂപ്പിൻ്റെ അല്ല, സാമ്പത്തിക ഞെരുക്കം വന്നുകൊണ്ട് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ കോളേജ് വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നു. തിരിച്ച് വീട്ടിൽ വന്നു. എല്ലാവരും കൂടെ പരിഹസിക്കാൻ തുടങ്ങി. പരിഹസിക്കാൻ നാട്ടുകാരൊക്കെ പറയും. ഞാൻ കോളേജിൽ പോയി ചേർന്ന് ഒരു ഇടുത്തി പോലെ നാട്ടിലൊക്കെ തോന്നി, എല്ലാ ജാതിക്കാരുടെ ഇടയിൽ. മുണ്ടപ്രാക്ക് ഷൗമലിൻ്റെ മകനെ കോളേജിൽ അയച്ചിരിക്കുന്നു. വലിയൊരു വാർത്തയാണ് അവിടെ. പിന്നെ ആളുകളൊക്കെ എന്നെ കളിയാക്കി എമ്മക്കാരൻ. ഞാൻ പോകുമ്പോൾ എമ്മക്കാരെന്ന് വിളിക്കും. എമ്മക്കാരൻ കളിയാക്കുമായിരുന്നു. ഈ കോളേജ് വിദ്യാഭ്യാസം തലച്ച് വീട്ടിൽ വന്നിരുന്ന വലിയ പരിഹാസപാത്രമായി. വീട്ടിൽ കൂടെ അന്തരീക്ഷം അത്ര നല്ലതായി. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം. കൂലിപ്പണിക്ക് പോകില്ല. അന്ന് ഞാൻ ഈ 4th, 5th, 6th പഠിക്കുമ്പോൾ ഈ തീക്കോയി തോട്ടം എന്ന റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, തീക്കോയി എസ്റ്റേറ്റ്. ആ റബ്ബർ എസ്റ്റേറ്റ് തുരിശടിക്കാൻ കുറേ ആളുകൾ പോകും. April, May മാസങ്ങളിൽ
തിരിച്ചടിക്കാൻ പോകും. ചെറുപ്പക്കാരൻ റബ്ബറിന് റബ്ബറിന് ദിവസം ₹1 കൂലി കിട്ടും. അത് ഒരു ടീമിൽ 12 പേരെ 10 പേരുണ്ട്. ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരാൾ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചിട്ട് ഞാൻ ചേർന്നു. അപ്പോൾ തിരിച്ചടിക്കാൻ പോയി, കുറേ പൈസ കിട്ടി. അതുകൊണ്ടാണ് പിന്നെ 5th 6th പഠിക്കാൻ കഴിഞ്ഞത് ഈ പൈസ കൊണ്ട്. ഹൈസ്കൂളിൽ കോളേജ് ചേർന്നപ്പോൾ ഒരു മാർഗ്ഗമില്ല. തിരിച്ച് വീട്ടിൽ വന്നു, ഒരു പണിയില്ല, ആളുകളുടെ പരിഹാസം, വീട്ടിൽ ദാരിദ്ര്യം, വല്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഫസ്റ്റ് കസിൻ, അവർ ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളായില്ല, ഹിന്ദുക്കളാണ്. ചന്ദ്രൻ എന്ന പേരുള്ള ആളുണ്ട്. ഞങ്ങളുടെ കരിയറിൻ്റെ തെക്ക് വടക്ക് ഭാഗത്താണ്, കുറേ അകലെയാണ് താമസിക്കുന്നത്. ഒരുപാട് സ്വത്തുണ്ട് അവർക്ക്, റബ്ബറൊക്കെ ഒരുപാടുണ്ട്. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 300 മരമുണ്ട്, റബ്ബർ വെട്ടാനുള്ളതുണ്ട്. അപ്പോൾ ഞാൻ ചന്ദ്രൻ ചിറ്റപ്പ എന്നാണ് വിളിക്കുക. ചിറ്റപ്പ, ഈ റബ്ബർ ഞാൻ വെട്ടിക്കട്ടെ. നീ വെട്ടണം, പുതിയ പോലെ ആരും കൈവെക്കാത്ത നീ അത് നശിപ്പിച്ച് കളയും. ഇല്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പഴയ 2 ഏക്കറിൽ ഒരു 11 റബ്ബർ മരമുണ്ടായിരുന്നു. അത് മിക്കവാറും ഞാൻ ആ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ അറിയാം. ചിറ്റപ്പൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ചിറ്റപ്പൻ എന്നെ 1 മാസം ഒന്ന് ധരിച്ചു. എന്നിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചു. എൻ്റെ വീട്ടിൽ താമസിച്ച് റബ്ബർ വെട്ടാൻ തുടങ്ങി. ഒന്നാന്തരം വെട്ടുകാരനായ ഞാൻ. യാതൊരു പാടും പൊഴിയൊന്നും റബ്ബർ മരത്തിനില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ 5-6 മാസം റബ്ബർ വെട്ടി. മെയ് മാസമായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കോളേജിൽ പോകണം. എവിടെ പോകണം, ഏത് കോളേജിൽ പോകണം. അങ്ങനെ ഇരുന്നപ്പം എലപ്പിലുള്ള ഇരട്ടക്കാലിക്കൽ എന്നാണ് പറഞ്ഞത്. ഇരട്ടക്കാലിക്കൽ ദാനിയൽ, ഇ എം ദാനിയൽ എലപ്പിളിക്കാരനാണ് അദ്ദേഹം. ഞാൻ 4th പഠിക്കുമ്പോൾ 5th അപ്പോൾ ഒരിക്കൽ ഇ എം ദാനിയലിനെ കണ്ടു. അപ്പോൾ ദാനിയൽ എന്നോട് പറഞ്ഞു, കോതമംഗലം കോളേജിലെ പുതിയതായിട്ട് തുടങ്ങിയ കോളേജാണ്, അവിടെ ആരെയും എടുക്കും, മാർക്കൊന്നും നോക്കില്ല, വന്നാൽ കിട്ടും, അഡ്മിഷൻ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ദാനിയൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോതമംഗലത്തിൽ. അപ്പോൾ പോകാൻ നേരത്തെ പൈസ ഇല്ലല്ലോ. ചുറ്റപ്പോൾ എനിക്ക് പോകാൻ പൈസ ഇല്ല, ഇത്ര തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ വെട്ടി ഉണ്ടാക്കിയ റബ്ബർ മുഴുവൻ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, അത് കൊണ്ടേ പേട്ടയിൽ കൊണ്ടേ വിറ്റോ, ഈരാറ്റുപേട്ടയിൽ കൊണ്ടേ വിറ്റോ, ആ കാശ് കൊടുത്ത് പൊക്കൊന്നു. ഞാൻ തന്നെ അത് 2 ദിവസമായിട്ട് ചുമന്ന് ഈരാറ്റുപേട്ടയിൽ കൊണ്ടുപോയി വിറ്റു. ₹160 കിട്ടി. അതുകൊണ്ടാണ് കോളേജ് വിദ്യാഭ്യാസം പോകുന്നത്. അങ്ങനെ കോതമംഗലമൊക്കെ വരുന്നത്. കോതമംഗലം കോളേജ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം തുടങ്ങുന്ന കോതമംഗലം കോളേജിൽ. അന്നും ഫസ്റ്റ് ഗ്രൂപ്പ് തന്നെയായിരുന്നോ? ഫസ്റ്റ് ഗ്രൂപ്പ് അല്ല, അവിടെ ചെന്ന് 3rd ഗ്രൂപ്പാണ് എടുത്തത്. എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്. 3rd ഗ്രൂപ്പിൽ പോയി ചേർന്നു. അവിടെ ഒരു സെക്കുലർ അറ്റ്മോസ്ഫിയറാണ് കോതമംഗലം കോളേജ്. യാക്കോക്കാരുടെ മാനേജ്മെൻറ്റാണ്. അവിടെ ടീച്ചേഴ്സിലെ പകുതിയിലധികവും യാക്കോബൈറ്റ്സ് അല്ല. പൂഞ്ഞാറ്റിലെ തമ്പുരാട്ടി ഹിന്ദി പഠിപ്പിച്ചു. രാമണ്ണി മേനോൻ, പിന്നീട് അദ്ദേഹം IAS ഓഫീസറായിട്ട് പോയി. രാമണ്ണി മേനോൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ത്രിവിക്രമൻ നായർ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഇവരുടെ കൂട്ടത്തിൽ PK ബാലകൃഷ്ണൻ നായർ മലയാളം പ്രൊഫസർ ഉണ്ടായിരുന്നു. PK ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പേര് വരുമ്പോൾ ഞാൻ കൈകൂട്ടും. ഇങ്ങനൊരു മനുഷ്യൻ എന്നെ ഞാനാക്കി തീർത്തതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് ബാലകൃഷ്ണൻ നായർ. അവിടുത്തെ കോളേജ് ചേർന്ന കാലത്ത് മുതൽ കോളേജിലുള്ള എല്ലാ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കും. എലക്യൂഷൻ, റൈറ്റിങ്, സ്പോർട്സ്, വോളിബോൾ, എല്ലാം ഫസ്റ്റ് ക്ലാസ്. അന്ന് ഒരു എന്താ പറയുക, എനർജി, ഭയങ്കര എനർജി. എനിക്ക് ഭയങ്കര എനർജി എങ്ങനെ ഉണ്ടാകാതിരിക്കും? കാരണം അരി കിട്ടാനുള്ള വിഷമേ നമ്മുടെ നാട്ടിലുള്ളൂ. ചക്ക, മാങ്ങ, ആനിവിള എന്ന് പറയുന്നതൊക്കെ എന്ത് ന്യൂട്രീഷ്യസ് ആണെന്നറിയാമോ? ആനിക്കാവിള ഇതൊക്കെ ഭക്ഷിക്കാൻ ധാരാളമുണ്ട്. പിന്നെ വീട്ടിൽ കപ്പ, ചേമ്പ്, ചേന, കാച്ചിൽ അതും ധാരാളമുണ്ട്. ഞങ്ങളുടെ കുടിയമ്പിലാവിൻ്റെ വടക്ക് പടിഞ്ഞാറ ഭാഗത്തിൽ 4 നായർ കുടുംബങ്ങളുണ്ടായിരുന്നു. 4 കുടുംബങ്ങൾ. കല്ലുച്ചാൽ, വെട്ടത്ത്, കരിയാത്ത്, കുളത്തിങ്കൽ, 4 ഒക്കെ ധാരാളം ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ നിന്ന് 1 ഏക്കറോ 2 ഏക്കറോ പാട്ടത്തിനെടുത്ത് എൻ്റെ മൂത്ത സഹോദരനും ഫാദർ കൂടെ അവിടെ കൃഷി ചെയ്ത് അവർക്ക് ഒരുപാട് ഭൂമിയുണ്ട്. നല്ല മനുഷ്യരെന്ന് വെച്ചാൽ നല്ല മനുഷ്യർ.
അവർ പകുതി വാരം എന്നൊക്കെ പറയാൻ തന്നത്. പക്ഷേ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എടുത്തുമില്ല, നമുക്കല്ല ഒരു നേരത്തേക്ക് തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ആ കപ്പയെല്ലാം കപ്പ വാട്ടി ഉണങ്ങി ശേഖരിച്ച് വെക്കും. ചക്കയും വാട്ടി ഉണങ്ങി വെക്കും. എന്നിട്ട് കർക്കിടക മാസത്തിൽ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഉണക്ക കപ്പയും ഉണക്ക ചക്കയും. അപ്പോൾ ഈ കോളേജിൽ സാറ് പോയി പ്രീ ഡിഗ്രിക്ക് ചേർന്നു. അത് കഴിഞ്ഞ് അത് നല്ല രീതിയിൽ പാസ്സായി. പിന്നെ എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ്? പിന്നെ പാസ്സായിട്ട് അവിടെ തന്നെ ജയിക്കുകയാണ്. ആദ്യത്തെ കൊല്ലം വലിയ വിഷമില്ലാതെ പോയി. ഈ ഇയന്താനിയിലൊക്കെ കൂടെ താമസിച്ചിരുന്ന ലോഡ്ജ് ഉണ്ടായിരുന്നു, പുളിയേരിൽ ലോഡ്ജ്, കോർമംഗലം ടൗണിൽ തന്നെയുള്ള. അവിടെ പോയി ചേർന്നു. അത് അവർ വാടക കൊടുക്കണ്ട, ഒരു നിബന്ധനയേ ഉള്ളൂ. അവർ വീട്ടിൽ ചോറുണ്ടാക്കും, കാപ്പിയൊക്കെ ഉണ്ടാക്കും, അത് കഴിച്ചോണം, അതിന് കാശും കൊടുക്കണം. അവിടെ ഞാൻ കാശ് കൃത്യമായിട്ടൊന്നും കൊടുത്തില്ല, എങ്കിലും അവർ നമ്മളെ സഹായിച്ചു. ബേക്ക് ചെയ്യാറുമ്പം പ്രശ്നമായി. എവിടെ നിന്ന് പൈസ ഉണ്ടാക്കും, എത്ര പ്രാവശ്യം കടം പറയും, എന്താ മാർഗം? ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ഒരു പോളൻ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ചെറു കടക്കാരനാണ് ഡേവിഡ് പോൾ. അദ്ദേഹത്തിൻ്റെ കടയിലെ കണക്കെഴുതാൻ ചേർന്നത് പാർട്ട് ടൈമാണ്. അതിന് 10-12 രൂപ തരും. അതുകൊണ്ടൊക്കെ തട്ടിപ്പറ്റി പഠനത്തിൻ്റെ ഇടയിൽ തന്നെയാണ് കണക്കെഴുതുന്നത്. അത് വൈകുന്നേരം പോയി എഴുതി കൊടുക്കും ഡേവിഡ് പോൾ. അത് ഡേവിഡ് പോളിൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്നൊരു ജൂനിയർ എഞ്ചിനാണ്, അത് വിജയൻ എന്ന് പറയുന്നത്. അയാൾ തട്ടക്കടി ഇപ്പോഴത്തെ പൂത്താങ്കിട്ടാണ് കണക്കെട്ടുള്ളത്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ ഒരു ക്യാമ്പ് ഷെഡുണ്ട്. അവിടെ പൂത്താങ്കെട്ട് പണിയാനുള്ള എൻ്റെ പ്രാരംഭ പ്രവർത്തനം അവിടെ അയാൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡേവിഡ് പോൾ ഒരിക്കൽ ചോദിച്ചു, വിജയ, നമുക്ക് ഈ ജോസഫിനവിടെ വല്ല പണിയും കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ അയാളോട് പറയും, എനിക്ക് സ്ഥിരം പണി വേണ്ട, ഈ 2 മാസത്തേക്ക്, ഏപ്രിൽ മാസം 2 മാസം കൊടുത്തു, ഉരുപ്പിന് ആരും കുഴപ്പമില്ല. അങ്ങനെ എന്നെ ആ ക്യാമ്പ് ഷെഡിലെടുക്കും 2 മാസത്തേക്ക്. 30 രൂപയാണോ 60 രൂപയാണോ, കുറച്ച് നല്ല മോശമില്ലാത്ത ശമ്പളം തന്നു. അതിൻ്റെ ഒരു അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് ജോർജാണ്, ചെകുന്നക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, BA പഠിക്കുന്ന കുട്ടിയാണ്, നമുക്ക് കൂലിക്കാരനായിട്ട് എടുക്കുന്ന മോശമാണ്. നമ്മളവിടെ ക്യാമ്പ് ഷെഡിലെ ഗൺമാൻ എന്നൊരു പോസ്റ്റുണ്ട്, എന്നെ അതുമായിട്ട് നിയമിച്ചു, തോക്കും തന്നു. അപ്പോൾ കുറച്ച് ഫയറിങ്ങൊക്കെ എനിക്കും അറിയാം, NCCയിലുണ്ടായിരുന്നു ഞാൻ, അതുകൊണ്ട് അതും കുറേ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ NCC ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചേർന്നു. ആ പൈസ 2 മാസം കിട്ടും. അത് വലിയൊരു അനുഗ്രഹം പഠിക്കാൻ. പക്ഷെ അവിടുത്തെ സ്റ്റാഫ് ഇത്ര മനുഷ്യത്വമുള്ളവർ. PKB എന്ന് വിളിക്കും, പ്രൊഫസർ PKB. ഞാൻ ഇത്രയും നല്ലൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. PKB അന്ന് അവിടെ പഠിക്കുന്ന കാലത്തെ കേരളഭൂഷണം പത്രത്തിൽ ഒരുപാട് ലേഖനങ്ങളും കവിതകളൊക്കെ ഞാൻ എഴുതുമായിരുന്നു. സാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പൊളിറ്റിക്സ് ആണോ എന്ത്? ഇപ്പോൾ അധികം പൊളിറ്റിക്സ് നോൺ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ മലമ്പുഴയെക്കുറിച്ചാണ് എഴുതി. പിന്നെ മനുഷ്യക്ഷേമം എന്നുള്ളതിനകത്ത് മുദ്രവിദ്യയും മനുഷ്യക്ഷേമം, മുദ്രണവിദ്യ, പ്രിൻറ്റിങ് ടെക്നോളജി, ഇതൊക്കെ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി. അതിൽ മലമ്പുഴയെക്കുറിച്ച് എഴുതിയിട്ട് ഞാൻ പിന്നീട് അവിടെ നിന്ന് താമസം മാറ്റി കോളേജിനടുത്ത് ലൈല ലോഡ്ജ് എന്ന ലോഡ്ജായിരുന്നു, നിസ്സാരമായ വാടകകളുള്ളൂ. അവിടെ പോയി താമസിച്ചത്. അപ്പോൾ അവിടെ താമസിക്കുമ്പം ഈ PKB സാറ് എൻ്റെ മുൻപിൽ കൂടെയുള്ള റോഡാണ് വരുന്നത്. രാവിലെ 9 മണിക്ക് വരും സാറ്. അപ്പോൾ അവിടെ നിന്ന് കൈയിരിക്കും, ജോസഫേ ഞാനത് വായിച്ചു കേട്ടോ, അസ്സലായിരിക്കുന്നു, ഇങ്ങനെ അസ്സലായിരിക്കുന്നു എന്നയാളുടെ വാക്ക് പറയും. അതൊക്കെ എന്തൊരു എൻ്റർടൈൻമെൻ്റാണ്. ഞാൻ അവിടെ പ്രസംഗങ്ങൾ, സ്പോർട്സിന് എല്ലാം ചേർന്നു, എല്ലാത്തിനും ഞാൻ നമ്പർ 1. അത് ഞാൻ പോയി. അതിനൊക്കെ ഈ എനർജി കിട്ടാൻ, അന്ന് ഭക്ഷണം കാര്യമായിട്ടില്ലെങ്കിൽ ഈ എനർജി കിട്ടാൻ കാരണം ഞാൻ പറഞ്ഞ ചക്കയും കപ്പയും മാങ്ങയും ഇതൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വേണ്ട. പക്ഷെ അന്നത് ഹൈലി ന്യൂട്രീഷ്യസ് ആയിരുന്നു. പോഷകാംശം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ചക്കൂര് തന്നെ. പിന്നീട് ഒരിക്കൽ ഞാൻ ഹൈദരാബാദിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന ഓൾ ഇന്ത്യ ന്യൂട്രീഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അവിടെ പോയി
അവിടെ പോയപ്പോൾ ഈ ഒരു ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ അതിനകത്ത് ഈ സീഡ്സ്, ഈഡിബിൾ സീഡ്സ്, അതിൽ ഏറ്റവും കൂടുതൽ പോഷകാംശമുള്ള അതിൻ്റെ ലിസ്റ്റാണ്. നമ്പർ 1 ചക്കക്കുരുവ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മളിവിടെ കാഴ്ചയാണ് അതായതാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ചക്കക്കുരു എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തിന്ന് വളർന്ന ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കിട്ടിയ ഇത് എനർജി. പിന്നെ വീട്ടിലെ മാതാപിതാക്കന്മാർ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ പഠിക്കുന്ന കാലത്ത് ഞാൻ പറയാം, ഇന്നത്തെ മാതാപിതാക്കന്മാരുടെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അന്ന് നല്ല വീടല്ല. ഞങ്ങളൊക്കെ വൈകുന്നേരം ഇരുന്ന് പഠിക്കും. ഫാദർ ചില കാര്യങ്ങൾ പറഞ്ഞു, പുസ്തകം പഠിക്കുന്നതിന് മുമ്പ് പോയി കാലും കൈയും മുഖമൊക്കെ കഴുകി വന്നിട്ട് പുസ്തകം എടുക്കുക വൈകുന്നേരം. അത് ഇരിക്കുന്ന ചാക്കിട്ടിട്ട് അതായിരിക്കുന്നത്, മേശ കസരയൊന്നുമില്ല, ചാക്കിട്ട് അതിലേ ഇരിക്കുന്നത്, മണ്ണെണ്ണ വെള്ളമൊക്കെ വെച്ച് അതിൻ്റെ എഴുതുന്ന പഠിക്കുക. അപ്പോൾ ഫാദർ മുൻവശത്തെ കാവലാണ്. വീട്ടിലോ പുറത്തോ ആരെങ്കിലും വരികയോ ഒക്കെ ചെയ്ത് ഒച്ചയ്ക്ക് സംസാരിച്ചാൽ ഉടനെ ഫാദർ പറയും, ആരാടാ അവിടെ ഒച്ചയ്ക്ക് വർത്താനം? പിള്ളേർ പഠിക്കുക. ആരാ ഈ ഒച്ചയ്ക്ക് വർത്താനം പറയുന്നത്? പിള്ളേർ പഠിക്കുക. അപ്പം അത് പറഞ്ഞാൽ ഞങ്ങളറിയാതെ ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്യുകയാണെന്നൊരു തോന്നലുണ്ടായി ഞങ്ങൾക്ക് ഉള്ളിൽ തന്നെ. അങ്ങനെ എൻ്റെ മാതാപിതാക്കന്മാർ വലിയ വിദ്യാഭ്യാസമുള്ളവരൊന്നും അല്ലായിരുന്നെങ്കിലും ഈ ഞങ്ങളുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ, ഫാമിലി അറ്റ്മോസ്ഫിയർ വാസ് വെരി വെരി കണ്ടീസീവ് ഫോർ എഡ്യൂക്കേഷൻ. പഠിക്കണം. നോക്കൂ, 1.5 രൂപയാണ് നമ്മ കേരളഭൂഷണം പത്രത്തിന് ഒരു മാസത്തെ 1.5 രൂപ കൊടുക്കാനില്ല. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ അപ്പനാ ഭൂഷണം വരുത്തുമായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ IAS കോച്ചിന് തുടങ്ങുന്നത് അവിടെയാണ്. സാറിൻ്റെ ഡിഗ്രി അങ്ങനെ സാറ് അവിടെ നല്ല പ്രശസ്തമായ ഞാൻ കോതമംഗലം കോളേജിൽ പഠിക്കുമ്പോൾ പല ഇലക്ട്രീഷ്യൻ കോമ്പറ്റീഷൻ പങ്കെടുത്തു. അതിലൊരെണ്ണം കൊല്ലത്ത് വെച്ച് നടത്തിയ ശ്രീനാരായണ ഗുരു ബൈസെൻറ്റനറി മെമ്മോറിയൽ കപ്പ്. അതിന് പോയി. കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളെല്ലാം പങ്കെടുക്കുന്ന കോതമംഗലം കോളേജ് പുതിയ കോളേജാണ്. ഞാനന്ന് BA സെക്കൻഡ് ഇയറോ മറ്റോ പഠിക്കുന്നതാണ്. ഞങ്ങളുടെ കോളേജിൽ 2 പേര്, ഞാനും പേര് ചന്ദ്രശേഖരൻ, ഞങ്ങൾ 2 കൂടെ പോയി. അന്ന് കൊല്ലം മുനിസിപ്പൽ ചെയർമാൻ TK ദിവാകരൻ, TK ദിവാകരൻ്റെ അധ്യക്ഷതയുള്ള 5 പേരടങ്ങിയ ഒരു ജഡ്ജിങ് പാനൽ നിൽക്കുന്നു. കഴിഞ്ഞപ്പോൾ നമ്പർ 1 MS ജോസഫ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയത് ആലപ്പുഴ കോട്ടയത്ത് നിന്ന് ബോട്ട് കയറി കൊല്ലത്തെത്തുക. അങ്ങനെ പോയതാണ്. അവിടെ നിന്ന് അതുപോലെ തിരിച്ചു വന്നു. മൂവാറ്റൂർ വന്നപ്പോൾ അപ്പോൾ അവിടെ ഞങ്ങൾ കിട്ടിയ വിവരം ഫോണിൽ, അന്ന് മൊബൈലില്ല, ഇതേ ഉള്ളൂ, ട്രങ്ക് ആയിട്ട് വിളിച്ചു അറിയിച്ചിരുന്നു. അപ്പോൾ PKB സാർ പറഞ്ഞു, മൂവാറ്റൂർ എത്തി അവിടെ ഞങ്ങളെ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. മൂവാറ്റൂർ ഞങ്ങളെത്തി. അപ്പോൾ പറഞ്ഞു, ജോസഫേ, നിങ്ങൾ 2 പേരും മരുന്ന് കഴിക്കാൻ നിങ്ങൾക്ക് നമ്മളൊരു സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മെയിൻ റോഡ് കോതമംഗലം മൂവാറ്റൂർ ആ റോഡിൻ്റെ സൈഡിലൊരു റോഡുണ്ട്, കോളേജ് ജംഗ്ഷനാണ്. കോളേജിലേക്ക് പിന്നെ അവിടെ നിന്നൊരു 1.5 കൊല്ലം കോളേജിലേക്കുണ്ട്. ആ ജംഗ്ഷൻ വന്ന് ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പം കത്തിരാവടി വെട്ടി പോലെ പടക്കം പൊട്ടുന്നു. കോളേജിലെ എല്ലാ അധ്യാപകരും കുട്ടികളും അവിടെയുണ്ട്, കുറേ നാട്ടുകാരുമുണ്ട്. നെറ്റിപ്പട്ടം കിട്ടിയൊരു ആനയുണ്ട് അവിടെ. അത്രയും പേരാണ് ഞങ്ങളെ കോളേജിലേക്ക് കൊണ്ടുപോയത്. 10,000 അല്ല ലക്ഷങ്ങൾ മുടക്കിയാൽ കിട്ടാത്ത ഒരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും ആ കിട്ടിയത് അന്ന്. എന്നിട്ട് അത് കഴിഞ്ഞ് PKB സാർ തന്നെ എൻ്റെ ഫോട്ടോ എടുത്ത്, ഞാൻ ഒരു ജൂബയിട്ട് ഇട്ടിരിക്കുന്നതാണ്, ഒരു ഈ കപ്പും പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ PKB സാർ തന്നെ എടുത്ത് പത്രങ്ങൾക്കൊക്കെ അയച്ചു. അത് മാതൃഭൂമി വീക്കിലിയിൽ, അതാണ് അത്ഭുതം, മാതൃഭൂമി വീക്കിലിയുടെ ഒരു പേജിൽ ചെറിയ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചുള്ള ഒരു ചെറിയ കോളത്തിൽ ഇന്ന കോമ്പറ്റീഷൻ കൊടുത്ത് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ കോളേജിലാരെ എന്ന് പറഞ്ഞ് അടിച്ചു തന്നു. അതൊക്കെ PKB സാർ.